നോക്കുകുത്തിയായി മലമ്പുഴ ബസ് സ്റ്റാൻഡ്. മലമ്പുഴ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയോ? ലക്ഷങ്ങൾ മുടക്കി ജലസേചന വകുപ്പ് പണിതീർത്ത മലമ്പുഴ ഉദ്യാന ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായതായി നാട്ടുകാരും വിനോദസഞ്ചാരികളും പരാതിപ്പെടുന്നു. പൊന്തക്കാടുകൾ നിറഞ്ഞ പാമ്പുകളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ മേൽച്ചിൽപ്പുറവും ബസ് സ്റ്റാൻഡ് ആണെന്ന് പറയാം. മദ്യപാനികളും അഭിസാരികളുമാണ് രാത്രിയിൽ ഈ പ്രദേശത്തെ അടക്കി വാഴുന്നതെന്നും ആക്രമണ ഭീതി മൂലം കണ്ടിട്ടും കണ്ണടച്ചു കഴിയുകയാണെന്നും പരിസരവാസികൾ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികളൊന്നും കയറുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികൾ പോവാത്തത്? ഒന്നാമത് മലമ്പുഴ ഡാം വരെയാണ് ആളുകളുള്ളൂ. സ്റ്റാൻഡിക്ക് ടിക്കറ്റ് ഇല്ല. എന്താ പറഞ്ഞാൽ കുനിപ്പുള്ളിക്ക് ഒരു ബസ് ഉണ്ട് ആ വഴിക്ക്. അതുകൊണ്ട് ആ വണ്ടിച്ച സമയത്ത് എല്ലാവരും അതിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ സമയത്തൊന്നും ആളുണ്ടാകാറില്ല. പിന്നെന്താ, സ്റ്റാൻഡ് ഡാം വിട്ടിട്ട് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. നിങ്ങൾക്ക് പെർമിറ്റിൻ്റെ പ്രശ്നമുണ്ടോ അങ്ങോട്ട്? ഇല്ല, അപ്പം സ്റ്റാൻഡ് വരെ പോകണമെന്നാണ് എല്ലാ വണ്ടിക്കും. പക്ഷേ നമ്മൾ പോകാറില്ല എന്ന് മാത്രം. ആളില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഡീസൽ നഷ്ടം, സമയനഷ്ടം തന്നെയാണ്. പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും മെയിൻ റോഡിലൂടെയാണ് പോകുന്നത്. പൊന്തക്കാട് നിറഞ്ഞ ബസ് സ്റ്റാൻഡിനകത്തും ഇടയ്ക്കെങ്കിലും ഒന്ന് എത്തി നോക്കി പോയിരുന്നുവെങ്കിൽ പരിശോധന നന്നായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പോകാത്തതിന് പല ന്യായങ്ങളാണ് ബസ് ഉടമകളും ജീവനക്കാരും നിരത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ആരും നിഷേധിക്കാത്ത പ്രധാന തടസ്സം. യാത്രക്കാർക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാൻ ശൗചാലയമോ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളോ ഇല്ല. പാലക്കാട് ഭാഗത്തുനിന്നും വരുന്ന യാത്രക്കാർ ഉദ്യാന കവാടത്തിന് മുന്നിൽ ഇറങ്ങുന്നു. സ്റ്റാൻഡിലേക്ക് ആരും തന്നെ ഉണ്ടാവില്ല. കാലിയായി പോയി വരുന്ന ഡീസൽ ചിലവ് സമയനഷ്ടവും മിച്ചമെന്ന അവലാതിയാണ് ജീവനക്കാർ പറയുന്നത്. ജനങ്ങളുടെ പരാതികളെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ട് ബസ്സുകൾ പോയി തുടങ്ങിയതാണ്. എന്നാൽ കാര്യങ്ങൾ ദേ പോയി ദാ നിന്നു എന്ന മട്ടിലാണ് സംഭവിച്ചത്. മുമ്പ് പറഞ്ഞ അസൗകര്യങ്ങൾ വീണ്ടും വിലങ്ങുതടിയാവുകയായിരുന്നു. ഈ സ്റ്റാൻഡ് ആരെങ്കിലും മുൻകൈയെടുത്ത് നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ഉപയോഗയോഗ്യമാക്കണം എന്നതാണ് പൊതുവായ അപേക്ഷ.